ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ രാകാസ എന്ന തെലുങ്ക് മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഇതിന് മൊത്തം 3 സൂചനകൾ വരും. ഒന്ന്, ഉൽക്കാവർഷം ഉണ്ടാകും. രണ്ടാമതായി, മൃഗങ്ങളെല്ലാം ചാവും. അതിനുശേഷം നിലത്ത് നിന്നൊരു കല്ല് മുളച്ചു വരുന്നത് പോലെ വരും. ഈ 3 സൂചനകളും വന്നു കഴിഞ്ഞാൽ ആ കോട്ടയ്ക്കുള്ളിലേക്ക് ആരെങ്കിലും ഒരാളെ അയക്കണം. ഇല്ലെങ്കിൽ ഈ നാടിന് തന്നെ ആപത്താണ്. അതുകൊണ്ട് ജനങ്ങൾ ഈ 3 സൂചനകൾ വന്ന ഉടനെ ഒരാളെ ഉള്ളിലേക്ക് അയക്കുന്നു. അയാളെ ഉള്ളിലുള്ള രാക്ഷസൻ കൊല്ലുകയാണ്. ഇങ്ങനെ എപ്പോഴൊക്കെ ഈ 3 സൂചനകൾ വരുന്നോ അപ്പോഴൊക്കെ ഇവർ ആളെ അയക്കണം. കാലാകാലങ്ങളായി ഇവരും ഇങ്ങനെ ബലി നൽകി വരികയാണ്. എങ്ങനെയാണ് ആളെ തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാമോ? നാട്ടിലുള്ള എല്ലാവരുടെയും പേരെഴുതി നറുക്കെടുക്കും. അതിൽ ആരുടെ പേരാണോ വരുന്നത് അവരെയാണ് ഉള്ളിലേക്ക് അയക്കുക. ചിലർ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും പറഞ്ഞയക്കാമെന്ന് തീരുമാനിച്ച് കാലാകാലങ്ങളായി ബലി നൽകി വരുന്നു. ഇപ്പോൾ രാജഭരണമാണ് നടക്കുന്നത്. ഈ രാജാവിന് ഇതിൽ തീരെ താല്പര്യമില്ല. കാരണം ഇത്തവണ നറുക്കെടുത്തപ്പോൾ ഒരു കുട്ടിയുടെ പേരാണ് വന്നത്. കുട്ടിയെ ഇപ്പോൾ ഉള്ളിലാക്കിയല്ലോ. ഇത് രാജാവിന് അംഗീകരിക്കാനേ കഴിഞ്ഞില്ല. രാജാവ് തന്റെ ആളുകളോട് പറഞ്ഞു, ഉള്ളിൽ രാക്ഷസൻ തന്നെയാണെങ്കിലും ശരി, അവനെ കൊല്ലാൻ ശ്രമിച്ചാലെന്താ, അതിന് വഴി നോക്കണം എന്ന്. ആളുകളും കഴിയുന്നത്ര വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ കോട്ടയ്ക്ക് വേറൊരു വാതിലുണ്ടെന്ന് അവർ കണ്ടുപിടിക്കുന്നു. ആ വഴിയിലൂടെ നമ്മൾ ഉള്ളിൽ കടക്കണം, ഉള്ളിലുള്ള രാക്ഷസനെ ഇല്ലാതാക്കണം എന്ന ലക്ഷ്യത്തോടെ രാജാവും കൂട്ടരും ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങുന്നു. ഉള്ളിൽ കയറിയ ആളുകൾ ആരോടോ പോരാടുന്നത് പോലെയാണ് നമ്മളെ കാണിക്കുന്നത്. ആ പോരാട്ടം വ്യക്തമായി കാണിക്കുന്നില്ല. എന്നാൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആളുകളെല്ലാം മരിച്ചു കിടക്കുകയാണ്. രാക്ഷസനെ കൊല്ലണമെന്ന് കരുതിയ രാജാവും അതിക്രൂരമായി അവിടെ വെച്ച് മരിക്കുന്നു. ഉള്ളിലുള്ള രാക്ഷസനാണോ ഇവരെല്ലാവരെയും കൊന്നത് എന്നൊരു ചോദ്യത്തോടെയാണ് ഇവിടെ ടൈറ്റിൽ കാണിക്കുന്നത്. മരിച്ചുപോയ രാജാവിന് ഒരു മകനുണ്ട്. നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ് നീ ചെയ്യരുത്, ഇനിയെങ്കിലും നീ കൃത്യമായി ബലി നൽകണം എന്ന് പറഞ്ഞ് മുതിർന്നവർ താക്കോൽ അവനെ ഏൽപ്പിക്കുന്നു. അവനും ശരിയെന്ന് പറഞ്ഞ് അത് ഏറ്റുവാങ്ങുന്നു. ഇതെല്ലാം ഒരു പ്രായമുള്ള മനുഷ്യൻ ബസ്സിൽ വരുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലേക്ക് പുതുതായി വരുന്നവർ ആ സ്ഥലത്തേക്ക് പോകാൻ പാടില്ലെന്ന ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അറിയാതെ പോയാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാൻ ഈ ഏലസ് വാങ്ങി കെട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അയാൾ അത് വിൽക്കുകയാണ്. വെറുതെ പേടിപ്പിച്ച് വിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇയാളുടെ കൂടെ മകനുമുണ്ട്. ഇയാൾ അവിടെയുള്ള ഒരുപാട് പേർക്ക് ഈ ഏലസ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ബസ് പോകുമ്പോൾ കുറുകെ ഒരാൾ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയാണ് അത്. ഹീറോ വിദേശത്ത് പഠിക്കാൻ പോയതായിരുന്നു. ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഹീറോയുടെ പേര് വീരു എന്നാണ്. വീരുവിന് ഇവിടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. നിന്റെ മുത്തശ്ശിയെ കാണാനാണോ വന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നു. മുത്തശ്ശിയെ കാണാനൊന്നുമല്ല വന്നത്, സുകന്യയെ കാണാനാണ് വന്നതെന്ന് അവൻ പറയുന്നു. അവന് ഈ നാട്ടിൽ ബാലു എന്ന പേരുള്ള ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനോടും ഈ ഏലസ് വിറ്റ ആ പ്രായമുള്ള ആളോടും അവൻ ഈ കാര്യം പറയുന്നു. ഞാനും സുകന്യയും ഭയങ്കര പ്രണയത്തിലാണ്, എപ്പോഴും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വന്ന് അവളെ കല്യാണം കഴിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ സുഹൃത്ത് ബാലു പറയുന്നു, അളിയ, സുകന്യയെ പറ്റി നിനക്കറിയില്ലേ, നീ വിചാരിക്കുന്ന പോലെയല്ല അവൾ എന്ന്. എന്നാൽ തന്റെ കാമുകിയെ കുറിച്ച് തെറ്റായി സംസാരിച്ചാൽ സുഹൃത്താണെന്ന് പോലും നോക്കില്ലെന്ന് പറഞ്ഞ് അവൻ ബാലുവിനോട് ദേഷ്യപ്പെടുന്നു. തുടർന്ന് അവൻ നാട്ടിലെത്തുന്നു. സുകന്യയെ കാണാനായി വളരെ സന്തോഷത്തോടെ അവൻ വരികയാണ്. അപ്പോഴാണ് ഒരു കാര്യം അവൻ അറിയുന്നത്. സുകന്യ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോവാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. കല്യാണം നടക്കാൻ പോവാണോ എന്നറിഞ്ഞ അവൻ ആകെ ഞെട്ടുകയാണ്. സുകന്യ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവളെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നു. എന്നെ സ്നേഹിച്ചിട്ട് നീ വേറെ ഒരുത്തിനെ കെട്ടാൻ പോവാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. എനിക്ക് നിന്നെ തന്നെയാണ് ഇഷ്ടം, പക്ഷെ എൻ്റെ മുത്തശ്ശി മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് നിന്ന് സത്യം വാങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിന് തയ്യാറായതെന്ന് അവൾ പറയുന്നു. മുത്തശ്ശി വളരെ ക്ഷീണിച്ച് നടക്കുന്നതായി കാണുന്നു. ഒരു പക്ഷേ അവൾ പറയുന്നത് സത്യമായിരിക്കും എന്ന് അവനും കരുതുന്നു. എന്നാൽ പാട്ട് വെച്ച ഉടനെ മുത്തശ്ശി ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് അവർ ഡാൻസ് ചെയ്യുന്നത്? എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നു. ഇയാളെ മാത്രമല്ല, നാട്ടിലെ പലരെയും അവരിങ്ങനെ പറ്റിച്ച് പണം വാങ്ങിയിട്ടുണ്ട്. ഇതാണോ നിന്റെ പണി എന്ന് ചോദിച്ചാൽ അവനും ദേഷ്യപ്പെടുന്നു. ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നീ പോകാൻ പറഞ്ഞ് അവരും അവരുടെ ജോലികൾ ചെയ്യാൻ പോകുന്നു. ഞാൻ ഇതാണ് പറയാൻ വന്നത്, നീയാണ് കേൾക്കാതിരുന്നതെന്ന് സുഹൃത്ത് ബാലു പറയുന്നു. എന്നിട്ടും ഹീറോ പറയുന്നുണ്ട്, അവൾക്കിപ്പോഴും എന്നോട് ഇഷ്ടമുണ്ട്, എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം, എനിക്ക് അവളോടൊപ്പം ചേരണമെന്ന്. അവൾ എന്നെ തേടി വരാൻ പ്രേരിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. നമ്മൾ വരുന്ന വഴി ബസ്സിൽ കണ്ട ആ പ്രായമുള്ള ആളുടെ മകൾ നമ്മുടെ കൂടെ പഠിച്ച സുബ്ബു ആണ്. അവളെ പോയി കാണാം എന്ന് സുഹൃത്ത് പറയുന്നു. ഓഹോ, ആ സുബ്ബലക്ഷ്മിയെ പോയി കാണാമെന്ന് ഹീറോയും സമ്മതിക്കുന്നു. അങ്ങനെ ആ പ്രായമുള്ള ആളുടെ വീട്ടിലെത്തുമ്പോൾ അയാൾ ഗ്രാമത്തലവനോട് സംസാരിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷമായി ഒന്നും സംഭവിച്ചിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ തയ്യാറായിരിക്കണം എന്നവർ സംസാരിക്കുന്നു. ആ ബലിയുടെ കാര്യത്തിന് തയ്യാറായിരിക്കണം എന്നാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ സുബ്ബലക്ഷ്മി ഹീറോയോട് സംസാരിക്കാനായി വരുന്നു. അവൾക്ക് ഹീറോയോട് പണ്ടേ ഒരു ഇഷ്ടമുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ട് അവൾ വളരെ സന്തോഷത്തിലാണ്. എന്നാൽ അവൻ വന്ന കാര്യം പറഞ്ഞ ഉടനെ അവളുടെ മുഖം മാറുന്നു. ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, ഇവനാണെങ്കിൽ സുകന്യയാണല്ലോ സ്നേഹിക്കുന്നത് എന്നോർത്ത് അവൾ സങ്കടപ്പെടുന്നു. ശരി, അവളെ നിന്റെ പുറകെ നടത്തിക്കാൻ എൻ്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. ഞാനൊരു മഷി തരാം. ആ മഷി അവളുടെ ഉടുപ്പിൽ വെച്ചാൽ മതി.
അവൾ നിനക്ക് ചുറ്റും കറങ്ങി നടക്കുമെന്ന് പറഞ്ഞ് അവൾ മഷി കൊടുക്കുന്നു. അവനും ആ കല്യാണ വീട്ടിൽ പണിയെടുക്കുന്ന ആളായി വേഷം മാറി വരുന്നു. എങ്ങനെയെങ്കിലും സമയം കിട്ടുമ്പോൾ മഷി ഉടുപ്പിൽ വെക്കണം എന്നവൻ ചിന്തിക്കുന്നു. കല്യാണത്തിന് സാരിയൊക്കെ കൊടുക്കാൻ അവരും റൂമിലേക്ക് പോകുന്നു. ഇതാണ് അവസരം, ഞാൻ ഉള്ളിൽ പോയി വെച്ചിട്ട് വരാമെന്ന് സുഹൃത്തിനോട് പറഞ്ഞിട്ട് അവൻ പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ഹീറോ വളരെ സന്തോഷത്തോടെ തിരികെ വരുന്നു. എന്തു പറ്റിയാളിയാ, വെച്ചോ എന്ന് സുഹൃത്ത് ചോദിക്കുന്നു. കൃത്യമായി വെച്ചടാ, ചുവന്ന സാരിയിൽ അവൾ കാണാൻ സൂപ്പർ ആയിരുന്നു എന്നൊക്കെ അവൻ പറയുന്നു. അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരും സാരിയൊക്കെ എടുത്ത് അവിടേക്ക് വരുന്നു. എന്നാൽ അവൾ ചുവന്ന സാരിയല്ല, വേറൊരു കളർ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. എടാ, നീ ചുവന്ന സാരി എന്നല്ലേ പറഞ്ഞത്? അവൾ വേറെ കളർ സാരിയിലാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നീ ആർക്കാടാ മഷി വെച്ചത് എന്ന് സുഹൃത്ത് ചോദിക്കുന്നു. അവരുടെ പിന്നാലെയാണ് ആ പെൺകുട്ടിയുടെ അമ്മ വരുന്നത്. ആ പെൺകുട്ടിയുടെ അമ്മയ്ക്കാണ് അവൻ മഷി വെച്ചത്. അയ്യോ, ഞാൻ ആന്റിക്കാണല്ലോ മഷി വെച്ചത് എന്ന് അവൻ ഞെട്ടുന്നു. തുടർന്ന് അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടക്കുന്നു. അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല അളിയ, ദാ കുടിക്ക് എന്ന് പറഞ്ഞ് അവന്റെ സുഹൃത്ത് ബാലു മദ്യം കൊടുക്കുന്നു. അവനും സങ്കടത്തിൽ മദ്യപിക്കുന്നു. അങ്ങനെ പുലമ്പിക്കൊണ്ട് അവൻ അവിടെ നിന്ന് നടന്നു പോവാണ്. യഥാർത്ഥത്തിൽ സുബ്ബലക്ഷ്മി കൊടുത്ത മഷി വെറുതെ ഒരു പേരിലായിരുന്നു. സുകന്യയുടെ കല്യാണം കഴിഞ്ഞല്ലോ എന്ന് അവൻ പുലമ്പുവാണ്. സുകന്യ പോലെ എന്താ, ഞാനില്ലേ എന്ന് പറഞ്ഞ അവളും തന്റെ സ്നേഹം മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ അത് മനസ്സിലാകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും സുകന്യന്റെ കാമുകയല്ലേ, അവൾ പോയില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും പുലമ്പുവാണ്. അവരവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ അച്ഛൻ അവിടേക്ക് വരുന്നു. ഈ പണിയില്ലാത്തവന്റെ അടുത്ത് നീ എന്തിനാണ് സംസാരിക്കുന്നത്, വണ്ടി കയറ് എന്ന് പറഞ്ഞ് വേഗത്തിൽ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹീറോ ഇപ്പം നല്ല ലഹരിയിലായതുകൊണ്ട് തെറ്റായ വഴിയിൽ പോകുമോ, ആ കോട്ടയുള്ള സ്ഥലത്തേക്ക് പോകുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ഈ വഴിയെ പോ എന്ന് പറഞ്ഞ് അവർ വഴി പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നു. അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ എതിരെ ഒരു സ്ത്രീ നിൽക്കുന്നത് കാണുന്നു. ഒരുപക്ഷെ പ്രേതമായിരിക്കോ എന്നവൻ ചെറുതായി ഭയപ്പെടുന്നുണ്ട്. വേഗത്തിൽ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്നൊരു സംശയം അവനുണ്ടാവുന്നു. ആ കോട്ട വലതുവശത്താണ്, അവരിടത്തോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൺഫ്യൂഷൻ കാരണം അവൻ വലതുവശത്തേക്ക് വേഗം നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ ആ കോട്ടയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് ഗ്രാമത്തലവൻ ഒരു കാര്യം മനസ്സിലാവുന്നത്. ആകാശത്ത് നിന്ന് ഒരു ഉൽക്ക താഴേക്ക് വീഴുന്നു. ഇത് കാണുന്ന അയാൾ ഞെട്ടുകയാണ്. കാരണം 3 സൂചനകൾ വരുമെന്ന് പറഞ്ഞില്ലേ, അതിലെ ആദ്യത്തെ സൂചനയാണിത്. അപ്പോൾ അടുത്ത 2 സൂചനകൾ കൂടി വന്ന ഉടനെ നമ്മൾ ബലിക്കുള്ള ആളെ നോക്കണം, ഉള്ളിലേക്ക് അയക്കണം എന്ന് അയാൾ ചിന്തിക്കുന്നു. നമ്മുടെ ഹീറോ ആ കോട്ടയുടെ അടുത്തേക്ക് വന്നില്ലേ, അവൻ നല്ല ലഹരിയിലാണ്. അവൻ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. രാവിലെ സമയത്ത് പോലീസുകാരൊക്കെ ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള മുൾച്ചെടിയിൽ ഒരാളുടെ വസ്ത്രം കുടുങ്ങി കിടക്കുന്നുണ്ട്. അതേ ഡ്രസ്സ് നമ്മുടെ ഹീറോയുടെ കയ്യിലും ഉണ്ട്. എടാ, നീ ശോഭനെ എന്തെങ്കിലും ചെയ്തോ എന്നവൻ ചോദിക്കുന്നുണ്ട്. ശോഭനോ, അതാരാ എന്നവൻ മനസ്സിലാകാതെ ചോദിക്കുന്നു. ശോഭൻ എന്നത് നാട്ടിലെ പലരിൽ നിന്നും പണം വാങ്ങിയ ആളാണ്. പെട്ടെന്നൊരു ദിവസം രാത്രി അയാളെ കാണാതാവുന്നു. അവന്റെ ഭാര്യയാണ് തന്റെ ഭർത്താവിനെ കാണാനില്ല, എന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയത്. ശോഭനെ പറ്റി എനിക്കറിയില്ല എന്ന് ഹീറോ പറയുന്നു. അതൊക്കെ നിൽക്കട്ടെ, നീ എന്തിനാണ് ഈ സ്ഥലത്തേക്ക് വന്നത്? നീയാണ് ശോഭന എന്തോ ചെയ്തതെന്ന് പറഞ്ഞ് പോലീസ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തുടർന്ന് പഞ്ചായത്ത് വിളിച്ചുകൂട്ടി എല്ലാവരും സംസാരിക്കാൻ തുടങ്ങുന്നു. ഗ്രാമത്തലവന്റെ മകനാണ് ഹീറോയ്ക്കെതിരെ നിന്ന് സംസാരിക്കുന്നത്. ഇവൻ പുറത്തു നിന്ന് വന്ന് ഇവിടെ വെറുതെ ശല്യം ഉണ്ടാക്കുകയാണ്. ഇവൻ എന്തിനാണ് ആദ്യം ആ കോട്ടയുള്ള സ്ഥലത്തേക്ക് പോയത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് ശോഭന്റെ ഭാര്യ വരുന്നത്. ഇവരുടെ പേര് ശാന്തി എന്നാണ്. എന്റെ ഭർത്താവിനെ നീ എന്ത് ചെയ്തു, എന്റെ ഭർത്താവില്ലാതെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ അവർ വിലപിക്കുകയാണ്. ഹീറോ ആ കോട്ടയുടെ അടുത്തേക്ക് പോയതുകൊണ്ട് അതൊരു കുറ്റമായി കണ്ട് അവന് ശിക്ഷ നൽകണം എന്ന് തീരുമാനിക്കുന്നു. നാട്ടിലാരും ഇവനോട് സംസാരിക്കരുത്, ആരും ഇവനുമായി സഹകരിക്കരുത്. ഇതിനു പുറമെ ശാന്തി കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നീ ദിവസവും 250 രൂപ ശാന്തിക്ക് നൽകണം എന്നവർ പറയുന്നു. അവനത് സമ്മതിക്കില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ നാട്ടിലെ ആചാരം നീ അനുസരിച്ചേ തീരൂ എന്നവർ പറയുന്നു. അവൻ പച്ചക്കറി വാങ്ങാൻ പോയാൽ പോലും ആരും അവനോട് സംസാരിക്കുന്നില്ല. നിനക്ക് പച്ചക്കറി നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരവനെ തിരിച്ചയക്കുന്നു. ശോഭന്റെ ഭാര്യ ശാന്തി അപ്പപ്പോൾ വന്ന് ഇവനിൽ നിന്നും 250 രൂപ വാങ്ങിക്കൊണ്ടു പോകുന്നു. ഈ നാട്ടിൽ അവനെ സഹായിക്കാൻ സുബ്ബലക്ഷ്മി മാത്രമേ ഉള്ളൂ. അവളാണ് അവന് പച്ചക്കറിയൊക്കെ വാങ്ങി നൽകി സഹായിക്കുന്നത്. അതുപോലെ ആ സ്ത്രീയും ഇടയ്ക്കിടെ വന്ന് കാശ് വാങ്ങുന്നുണ്ട്. രാത്രി ശോഭൻ എന്ന് പറയുന്ന ആളെ കാണാതായല്ലോ. അയാളെ അവസാനമായി കണ്ടത് ഒരു പ്രായമുള്ള ആളാണ്. ആ പ്രായമുള്ള ആളോട് ചോദിച്ചു നോക്കാൻ സുബ്ബു ഐഡിയ നൽകുന്നു. അങ്ങനെ ബാലുവും ഹീറോയും ചേർന്ന് ആ പ്രായമുള്ള ആളോട് സംസാരിക്കാൻ വരുന്നു. അവസാനമായി ശോഭനെ നിങ്ങളല്ലേ കണ്ടത്, എവിടെ വെച്ചാണ് കണ്ടത്, ഏത് വഴിക്കാണ് പോയത് എന്നൊക്കെ അവർ അന്വേഷിക്കുന്നു. എന്നാൽ ഇയാളിൽ നിന്നും അവർക്ക് കാര്യമായ ഒരു വിവരവും കിട്ടുന്നില്ല. ഇപ്പോൾ ഗ്രാമത്തലവൻ നാട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് ഒരു വിവരം പറയുന്നു. തുടർന്ന് നാട്ടുകാരെല്ലാം ചേർന്ന് ഒരു സ്ഥലം കാണാൻ വരുന്നു. അവിടെ ഒരുപാട് മൃഗങ്ങൾ ചത്ത് എല്ലിൻ കൂടായി മാറിയിരിക്കുന്നു. ഇത് 2ാമത്തെ സൂചനയാണ്. 2ാമത്തെ സൂചനയും സംഭവിച്ചു കഴിഞ്ഞു. 3ാമത്തെ സൂചന കൂടി വന്ന ഉടനെ നമ്മൾ ആരെയെങ്കിലും ഉള്ളിലേക്ക് അയക്കണം എന്നവർ ചിന്തിക്കുന്നു. ഹീറോ തിരികെ വിദേശത്തേക്ക് പോകാമെന്ന് കരുതിയപ്പോൾ പാസ്പോർട്ട് മുതൽ എല്ലാം അവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ അവൻ സങ്കടപ്പെടുകയാണ്. എന്താ അങ്ങനെ വിചാരിക്കുന്നത്, ഞാനില്ലേ എന്ന് പറഞ്ഞ് അവളും സംസാരിക്കുന്നുണ്ട്. തന്റെ പ്രണയം എങ്ങനെയെങ്കിലും അവനെ മനസ്സിലാക്കിക്കാൻ അവൾ ശ്രമിക്കുന്നു. എന്നാൽ അവൻ അതൊന്നും തീരെ മനസ്സിലാകുന്നില്ല. ഇവിടെയാണ് ഒരു പാട്ട് വരുന്നത്. അവൻ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ചിരിച്ചുകൊണ്ട് അവളും അവനെ പിന്തുടർന്ന് വരുന്നുണ്ട്. അവൾ ഹീറോയുടെ പിന്നാലെ നടക്കുന്ന കാര്യം ബാലു ശ്രദ്ധിക്കുന്നു. അളിയ, അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്റെ പുറകെ തന്നെ നടക്കുകയാണല്ലോ എന്നവൻ ഹീറോയോട് പറയുന്നു. ആണോ, ഞാൻ ഈ കാര്യം ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ.
എനിക്ക് അവളെ ചെറുതായിട്ട് ഇഷ്ടമുണ്ട് എന്ന് അവൻ പറയുന്നു. സുകന്യ പോയാലെന്താ, സുബുവിനെ വളയ്ക്കാമെന്ന് അവൻ തീരുമാനിക്കുന്നു. ഉടനെ തന്നെ സുബുവിനോട് എന്റെ പ്രണയം തുറന്നു പറയാമെന്ന് അവൻ പറയുന്നു. രാത്രി വീട്ടിൽ കിടന്ന് അവൻ സുബുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഗ്രാമത്തിൽ മൂന്നാമത്തെ സൂചന വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആ കോട്ടയുടെ അടുത്തായി നിലത്ത് നിന്നൊരു കല്ല് മുളച്ചു വരുന്നു. കല്ല് വന്നു എന്ന് നാട്ടിൽ ചിലർ സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ നാട്ടിൽ കുറച്ചു പേർക്ക് മാത്രമേ ഈ ആചാരത്തെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. പലർക്കും ഈ ആചാരത്തെക്കുറിച്ച് തീരെ അറിയില്ല. ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഗ്രാമത്തിലെ പ്രായമുള്ളയാൾ എല്ലാവർക്കും ഇത് വിശദീകരിക്കുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു വലിയ പ്രശ്നം വന്നു. അപ്പോൾ ഇവർ രാക്ഷസനെ പൂജിച്ച് അവനോട് സഹായം ചോദിച്ചു. ഞാൻ നിങ്ങളെ സഹായിക്കാം, എന്നാൽ എനിക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തു തരണം. എപ്പോഴൊക്കെ ഞാൻ ചോദിക്കുന്നു അപ്പോഴൊക്കെ എനിക്ക് നരബലി നൽകണം എന്നവൻ ചോദിച്ചു. അന്നുണ്ടായിരുന്നവരും അത് സമ്മതിച്ചു. അതാണ് കാലാകാലങ്ങളായി ഇവർ പിന്തുടരുന്നത്. ഒരു രാജാവ് മാത്രമാണ് ഇതിനെ എതിർത്തത്. അവൻ യുദ്ധം ചെയ്ത് തടയാൻ ശ്രമിച്ചു. എന്നാൽ അവന്റെ ജീവനും നഷ്ടപ്പെട്ടു. അതിനുശേഷം വന്നവരെല്ലാം ഭയന്ന് ഈ കാര്യം തുടർന്നു പോരാം എന്ന് തീരുമാനിച്ചു. അതായത് 3 സൂചനകൾ വന്ന ഉടനെ ആരെങ്കിലും ഒരാളെ ഉള്ളിലേക്ക് അയക്കണം. ഇല്ലെങ്കിൽ ഗ്രാമത്തിന് തന്നെ വലിയ പ്രശ്നം വരും. ഈ സമയത്ത് ഗ്രാമം വിട്ട് ആർക്കും പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥ വരും എന്നൊക്കെ ആ പ്രായമുള്ള മനുഷ്യൻ പറയുന്നു. പലർക്കും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. എന്നാൽ ബാക്കിയുള്ള ചിലർ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ ഹീറോയ്ക്കും ഈ വിവരങ്ങളൊക്കെ അറിയാൻ കഴിയുന്നു. ഈ കാലത്തും ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ? എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് ഹീറോ പറയുന്നു. ആരെന്തു പറഞ്ഞാലും ശരി, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ തീരൂ എന്ന് ഗ്രാമത്തലവൻ പറയുന്നു. ഗ്രാമത്തലവനാണെങ്കിൽ ആ സുബ്ബുവിന്റെ അച്ഛനെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ പറയണം എന്നയാൾ ചോദിക്കുന്നു. ആർക്ക് വേണമെങ്കിലും ഉള്ളിൽ പോകാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരാം. എന്നാൽ സ്വയം ആരും മുന്നോട്ട് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാ കുടുംബത്തിൽ നിന്നും ഒരാളുടെ പേര് നമ്മൾ എഴുതും. എന്നിട്ട് നറുക്കെടുക്കും. ആരുടെ പേരാണോ വരുന്നത് അവർ പോട്ടെ എന്നയാൾ പറയുന്നു. ശരി, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും അത് സമ്മതിക്കുന്നു. എല്ലാവരുടെയും വീട്ടിൽ നിന്നും ഓരോരുത്തരുടെ പേരെഴുതി ഇവർ നറുക്കിടുന്നു. എന്റെ പേര് വരൂ എന്ന് പേടിച്ച് എല്ലാവരും ഭയത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു നറുക്ക് ആ പ്രായമുള്ള മനുഷ്യൻ എടുക്കുന്നു. ആ കുറിപ്പിലെ പേര് കണ്ട് അയാൾ ആകെ ഞെട്ടുകയാണ്. ആരുടെ പേരാണ് വന്നതെന്ന് അറിയില്ല. ഇപ്പോൾ സുഹൃത്ത് ബാലു ഹീറോയോട് ഒരു വിവരം പറയാൻ വരുന്നു. ആരുടെ പേരാണ് വന്നതെന്ന് അറിയാമോ? നേരത്തെ ഇവരൊരു കാര്യം അറിയാൻ വേണ്ടി വേറൊരു പ്രായമുള്ള ആളെ കണ്ടിരുന്നല്ലോ, അയാളുടെ പേരാണ് വന്നത്. ആ പ്രായമുള്ള മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവർ വിചാരിക്കുന്നു. ഈ വയസ്സനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് കരുതി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ നാട്ടുകാരെല്ലാം വന്ന് അയാളെ പിടിച്ചുകൊണ്ടു പോകുന്നു. ആ വയസ്സനെ ഉള്ളിലേക്ക് അയക്കണം. പൂജയൊക്കെ ചെയ്ത് അയക്കാനുള്ള ഒരുക്കങ്ങൾ അവർ ചെയ്യുന്നു. ഈ വയസ്സനെ അവർ കൊല്ലാൻ പോവാണ്. എന്നാൽ ഈ വയസ്സനാണെങ്കിൽ തന്നെ എന്തോ കല്യാണം കഴിപ്പിക്കാൻ പോവാണെന്നാണ് വിചാരിക്കുന്നത്. വെറുതെ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടാണ് ഈ സീൻ വെച്ചിരിക്കുന്നത്. ആ പ്രായമുള്ള മനുഷ്യൻ വളരെ സന്തോഷത്തോടെ അവിടേക്ക് പോവാണ്. ഈ വയസ്സന് മരിക്കാൻ പോവാണെന്ന് പോലും അറിയില്ലല്ലോ. എങ്ങനെയെങ്കിലും ഇയാളെ രക്ഷിക്കണമെന്ന് കരുതി അവർ രണ്ടുപേരും ചേർന്ന് രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ എടുത്തോടാൻ നോക്കുന്നു. എന്നാൽ അയാൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. അവസാനം അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. പ്രായമുള്ള മനുഷ്യൻ മരിച്ചു പോയതുകൊണ്ട് നാട്ടുകാരെല്ലാം ഞെട്ടുന്നു. ഇവന്മാർ രണ്ടുപേരുമാണ് അയാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ മരിച്ചതിന് കാരണം ഇവർ രണ്ടുപേരുമാണ് എന്ന് പറഞ്ഞ് അവർ ഇരുവരെയും ചീത്ത പറയുന്നു. ഇപ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ മരിച്ചു പോയല്ലോ. ഇനി വേറെ ആരെയെങ്കിലും തിരഞ്ഞെടുക്കണം. എന്ത് ചെയ്യും? കുറിപ്പിൽ നിന്ന് മറ്റൊരാളുടെ പേര് കൂടി എടുത്തേ പറ്റൂ എന്ന് അവർ തീരുമാനിക്കുന്നു. അയ്യോ, എൻ്റെ പേര് വരരുതേ എന്ന് കരുതി വീണ്ടും നാട്ടുകാരെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ഇത്തവണ ആരുടെ പേരാണ് വന്നതെന്ന് വെച്ചാൽ ഹീറോയുടെ സുഹൃത്തായ ബാലുവിൻ്റെ പേരാണ്. തൻ്റെ പേരാണ് വന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ആകെ ഭയപ്പെടുന്നു. എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുകയാണ്. ഹീറോ അപ്പോൾ പറയുന്നുണ്ട്, ഈ കാലത്ത് ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ? പ്രേതവും പിശാചും ഒന്നുമില്ല എന്നൊക്കെ അവൻ മാസായി സംസാരിക്കുന്നു. അവിടെയുള്ള വിളക്കും അവൻ അണയ്ക്കുന്നു. അതായത് ഉള്ളിൽ പോകേണ്ടവരാണ് ആ വിളക്കണച്ചിട്ട് ഉള്ളിൽ പോകേണ്ടത്. അവൻ അത് അണച്ചു കളഞ്ഞു. അവൻ വിളക്ക് അണച്ച ഉടനെ അവിടെ ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നു. ഉള്ളിൽ ആരോ അലറുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന നീ കേട്ടില്ലേ? ഉള്ളിൽ ശരിക്കും രാക്ഷസനുണ്ട്. നീ അറിഞ്ഞോ അറിയാതെയോ വിളക്കണച്ചു. അതുകൊണ്ട് ഇനി ബാലുവിന് പകരം നീയാണ് ഉള്ളിൽ പോകേണ്ടത് എന്നവർ പറയുന്നു. ഞാനാണ് ഉള്ളിൽ പോകേണ്ടത് എന്ന് ചോദിച്ചാൽ അവനും ഭയപ്പെടുന്നു. അതൊന്നും പറയാൻ പറ്റില്ല, നീയാണ് ഉള്ളിൽ പോകേണ്ടത് എന്നവർ നിർബന്ധിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് വീട്ടിലിരിക്കുന്ന സുബ്ബുവിന് ഹീറോയാണ് ഉള്ളിൽ പോകാൻ പോകുന്നതെന്ന് വിവരം ലഭിക്കുന്നത്. എന്ത്, അവനാണ് ഉള്ളിൽ പോകുന്നത്? അവനെ തടയണമെന്ന് കരുതി അവൾ വേഗത്തിൽ അവിടേക്ക് ഓടി വരുന്നു. ഉള്ളിൽ പോയ ഉടനെ ആ രാക്ഷസൻ ഹീറോയെ കണ്ടുപിടിച്ച് കൊല്ലണമല്ലോ. അതിനായി മൃഗങ്ങളുടെ രക്തം അവന്റെ ദേഹത്ത് പുരട്ടുന്നു. ഞാൻ അറിയാതെ സംസാരിച്ചതാണ്, എന്നെ വിട് എന്നവൻ കെഞ്ചുന്നുണ്ട്. അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അവനെ വാതിലിനടുത്തേക്ക് വലിച്ചുകൊണ്ടു പോകുന്നു. അപ്പോൾ കൃത്യമായി സുബ്ബു അവിടേക്ക് വന്ന് അവരെ തടയുന്നു. നിനക്ക് അവനോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം, അതൊന്നും ഇവിടെ നടക്കില്ല, നീ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ അച്ഛൻ വേഗത്തിൽ അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നു. ഇപ്പോൾ എല്ലാവരും കൂടി വാതിലിനടുത്ത് വന്ന് അവനെ ഉള്ളിലാക്കി വാതിലടച്ചു പൂട്ടുന്നു. അയ്യോ, എന്നെ അടച്ചു പൂട്ടിയല്ലോ, എനിക്ക് ഇരുട്ടാണെങ്കിൽ പേടിയാണ് എന്ന് പറഞ്ഞ് അവൻ ഭയന്ന് നിൽക്കുകയാണ്. അവൻ ഉള്ളിലൂടെ വരുമ്പോൾ അവിടെ ഒരുപാട് കെണികളുണ്ട്. ആ കെണികളിൽ ചില ആയുധങ്ങൾ അവനെ മുറിക്കാൻ വാതിൽ വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നു. ഭാഗ്യം, ജസ്റ്റ് മിസ് എന്നൊക്കെ അവൻ ആശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആരോ അവിടെയും ഇവിടെയും നടക്കുന്ന പോലെ അവന് തോന്നുന്നു. ശരിക്കും ഇവിടെ പ്രേതമോ രാക്ഷസനോ ഉണ്ടാവോ എന്നവൻ ഭയക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ അവനെ പോലെ തന്നെ വേറൊരാളും അവിടെ നിൽക്കുന്നു. രണ്ടുപേരും മനുഷ്യരാണ്.
എന്നാൽ പെട്ടെന്ന് കണ്ടപ്പോൾ രണ്ടുപേരും പ്രേതം പ്രേതം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അതിനുശേഷമാണ് രണ്ടുപേരും മനുഷ്യരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഹീറോ അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, എങ്ങനെയാണ് ഈ സ്ഥലത്ത് വന്നത്? അവൻ പറയുന്നുണ്ട്, എൻ്റെ പേര് വാസു, ഞാൻ വിദേശത്തു നിന്ന് വന്നതാണ്, അറിയാതെ ഒരു റിസർച്ചിനായി ഈ സ്ഥലത്ത് വന്ന് പെട്ടുപോയതാണ് എന്നൊക്കെ അവൻ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഷർട്ട് ഹീറോ ശ്രദ്ധിക്കുന്നു. ഇതേ ഷർട്ടാണ് ശോഭന്റെ ഷർട്ട് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് കാണാതായ ശോഭന്റെ ഷർട്ട്. എടാ ശോഭ, എന്നോട് തന്നെ കഥ പറയാണോ നീ? കടം വാങ്ങി കൂട്ടി ഒളിച്ചിരിക്കാൻ വന്ന ശോഭൻ തന്നെയല്ലേ നീ പാട്ടിന് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണോ? നിന്റെ ഭാര്യ ദിവസവും എൻ്റെ അടുത്ത് നിന്ന് 250 രൂപ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെടുന്നു. എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് എൻ്റെ ഭാര്യ തന്നെയാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ച ശോഭൻ ഒരു കാര്യം പറയാൻ തുടങ്ങുന്നു. സത്യത്തിൽ ആ സന്യാസിയുടെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഉള്ളത്. ആ സന്യാസിയുടെ സ്ഥലത്ത് കയറി എൻ്റെ ഭാര്യ ശാന്തി പ്രധാനപ്പെട്ട ഒരു സാധനം എടുത്തിരുന്നു. അതുവഴി ഈ കോട്ടയിലേക്ക് രണ്ടാമതൊരു വഴി കൂടിയുണ്ടെന്ന് മനസ്സിലാവുന്നു. നിങ്ങൾ ഇതിലൂടെ ഉള്ളിൽ നിധി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വരുമ്പോൾ ആ നിധിയൊക്കെ എടുത്തുകൊണ്ട് വരണം. അതുപോലെ കടക്കാരുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടും പോയേ തീരൂ എന്ന് പറഞ്ഞ് ശാന്തിയാണ് എന്നെ തള്ളിയിട്ടിട്ട് പോയത്. യഥാർത്ഥത്തിൽ ഹീറോ നടന്നു വരുമ്പോൾ എതിരെ ക്രോസ് ചെയ്തു പോയത് ശാന്തി തന്നെയായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തീ കലർന്നത് പോലുള്ള ഒരു രൂപം വരുന്നു. ഇതാണ് രാക്ഷസൻ എന്ന് കരുതി അവർ രണ്ടുപേരും ഭയക്കാൻ തുടങ്ങുന്നു. അവിടെ വന്നവൻ അടുത്തുള്ള കല്ലെടുത്ത് ഇവരെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇവര് കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. കിട്ടിയാൽ അവൻ ഇവരെ കൊല്ലുമെന്ന് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി ചെറിയൊരു വഴിയിലൂടെ അവർ പോയി ഒളിക്കുകയാണ്. വീട്ടിൽ സുബു പറയുന്നുണ്ട്, അച്ഛൻ എന്നെ പോവാൻ അനുവദിക്ക്, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊന്നും നടക്കില്ല, ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് അച്ഛൻ പറയുന്നു. ഇപ്പോൾ ശോഭൻ ഹീറോയെ ചീത്ത പറയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 10 ദിവസമായി, ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. നീ വന്ന ആദ്യ ദിവസം തന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ഇതിനെല്ലാം കാരണം നീയാണെന്ന് പറഞ്ഞ് അവൻ കുറ്റപ്പെടുത്തുന്നു. അപ്പോഴാണ് ചുവരിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. ഇതെന്താണെന്ന് വായിക്കാന്ന് കരുതി രണ്ടുപേരും ചേർന്ന് അത് വായിക്കുന്നു. അപ്പോഴാണ് വലിയൊരു കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. രാജഭരണകാലത്ത് ഒരു രാജാവ് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് കരുതിയപ്പോൾ ആളുകളോട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവർ രണ്ടാമതൊരു വഴി കണ്ടുപിടിച്ചു. അതിനു പുറമെ ആ അസുരനെ കൊല്ലാനുള്ള വഴിയും അവർ കണ്ടുപിടിച്ചിരുന്നു. ആ അസുരനെ ദുർബലനാക്കാൻ ഒരു പൊടിയുണ്ട്. ആ പൊടി ആദ്യം അവന്റെ ദേഹത്ത് വീഴ്ത്തണം, അപ്പോൾ അവൻ ദുർബലനാകും. ആ സമയത്ത് 2 വാളുകൾ അവന്റെ മുതുകിൽ കുത്തി ഇറക്കണം. അങ്ങനെ ചെയ്താൽ അവൻ മരിച്ചു പോകും എന്ന് ആളുകൾ പറയുന്നു. ആ കാര്യം ഇന്ന് രാത്രി നമ്മൾ നടപ്പിലാക്കണം എന്ന് ആ രാജാവും കൂട്ടരും തീരുമാനിക്കുന്നു. അവർ കണ്ടുപിടിച്ച ആ രണ്ടാമത്തെ വഴിയിലൂടെ എല്ലാവരും ഉള്ളിൽ കടക്കുന്നു. അമ്പിൽ ആ പൊടി പുരട്ടി അവനെ ആക്രമിക്കുന്നു. അപ്പോൾ അവൻ കുറച്ചൊന്ന് ദുർബലനാവുന്നു. ഈ സമയത്ത് മുതുകിൽ 2 വാളുകൾ ഇറക്കണം എന്ന് കരുതി രാജാവ് ശ്രമിക്കുന്നു. ഒരു വാൾ ഇറക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ വാൾ ഇറക്കുന്നതിന് മുമ്പ് മനുഷ്യരൂപത്തിലായിരുന്ന അവൻ മൃഗമായി മാറുന്നു, അതായത് അസുരനായി മാറുന്നു. അങ്ങനെ മാറി അവൻ രാജാവിനെ അതിക്രൂരമായി കൊല്ലുന്നു. മൊത്തത്തിൽ ഒരു വാള് മാത്രമാണ് അവന്റെ ശരീരത്തിൽ ഇറങ്ങിയത്. രണ്ടാമത്തെ വാൾ നഷ്ടപ്പെട്ടിരുന്നു. രാജാവിനോടൊപ്പം ഒരുപാട് പേര് വന്നിരുന്നില്ലേ, അതിലൊരാളാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ആ രണ്ടാമത്തെ വാൾ ഏത് മുറിയിലാണെന്നതും അവൻ അതിൽ കുറിച്ചിട്ടുണ്ട്. ആ മുറിയിലേക്ക് പോകാൻ 2 പേര് വേണം. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും അതിൽ എഴുതിയിട്ടുണ്ട്. ആ മുറിയിലേക്ക് പോകാനുള്ള മാപ്പ് എന്റെ ലോക്കറ്റിലുണ്ട് എന്ന് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ ലോക്കറ്റ് അവിടെ തന്നെയുണ്ട്. എന്നാൽ ലോക്കറ്റ് ഇവർക്ക് തുറക്കാൻ കഴിയുന്നില്ല. ഇത് തുറക്കാൻ തന്നെ പറ്റുന്നില്ലല്ലോ എന്നവർ 2 പേരും ചിന്തിക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ പുറത്തു പോയിട്ട് വരാം, ചേച്ചിയെ വിട്ടേ അയക്കരുത്. എന്നാൽ അനുജൻ ചേച്ചിക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നു. അവളും വേഗത്തിൽ കോട്ടയുടെ അടുത്തേക്ക് വരുന്നു. അവിടെ സുഹൃത്ത് വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. ഉള്ളിൽ പോവാൻ പേടിയാവുന്നുണ്ട്. എന്നാൽ സുഹൃത്തിനെ വിട്ട് പോകാനും തോന്നുന്നില്ല എന്നവൻ പറയുന്നുണ്ട്. പിന്നിലൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ പോവാന്ന് പറഞ്ഞ് അവളും അവനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ സമയത്ത് ഹീറോയും ശോഭനും ചേർന്ന് ആ ലോക്കറ്റ് പൊട്ടിക്കാൻ നോക്കുന്നു. എന്നാൽ പൊട്ടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ശോഭൻ ഇതാണ് എൻ്റെ കാമുകി എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തുന്നു. അവിടെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. എനിക്കാരെയും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഹീറോ പറയുന്നു. അതിന് ശോഭൻ പറയുന്നുണ്ട്, നീ വന്നിട്ട് 1 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഞാൻ വന്നിട്ട് 10 ദിവസം ആയതുകൊണ്ടാണ് എനിക്ക് ഈ കാമുകിയൊക്കെ സങ്കല്പത്തിൽ കാണാൻ കഴിയുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിനക്കും കാണാൻ കഴിയും എന്നവൻ പറയുന്നു. എനിക്ക് കാമുകിയൊന്നും കാണണ്ട, ഞാൻ നേരത്തെ തന്നെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. സുബ്ബലക്ഷ്മി എന്ന പെൺകുട്ടിയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് ഹീറോ പറയുന്നു. ആ സന്യാസിയുടെ മകളെയാണോ നീ സ്നേഹിക്കുന്നത് എന്ന് അവനും ചോദിക്കുന്നുണ്ട്. ഇവര് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് സുബ്ബലക്ഷ്മി ഇവർക്കെതിരെ ഓടി വരുന്നു. സുബ്ബലക്ഷ്മിയെ കാണുന്ന ഹീറോ സന്തോഷിക്കുന്നുണ്ട്. വേഗത്തിൽ അടുത്തേക്ക് പോയി അവളെ കെട്ടിപ്പിടിക്കുന്നു. നിന്നോട് എന്റെ സ്നേഹം പറയണമെന്ന് കരുതിയപ്പോഴേക്കും നീ തന്നെ വന്നല്ലോ എന്ന് മനസ്സിലുള്ളതൊക്കെ ഞാൻ പറയുകയാണെന്ന് പറഞ്ഞ് അവൻ സ്നേഹം പ്രകടിപ്പിക്കുന്നു. പെട്ടെന്ന് കല്യാണം കഴിക്കാമെന്നും പറയുന്നു. അവളും അതൊക്കെ ശരിയെന്ന് സമ്മതിക്കുന്നു. അവൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വസ്തുകൂടി സുബുവും അവന്റെ സുഹൃത്ത് ബാലുവും വന്ന് നിൽക്കുന്നത് കാണുന്നു. അവരവിടെ നിൽപ്പുണ്ടെങ്കിൽ അപ്പോൾ ഇതാരാണ് എന്നവൻ ചിന്തിക്കുകയാണ്. അവർ 3 പേരും ഇതാരെന്ന മട്ടിൽ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് സുബുവിനെ പോലെ തോന്നിച്ച ആ രൂപം പ്രേതരൂപമായി മാറുന്നു. ആ പ്രേതം ഇവന്റെ കൈ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്നെ വിട് എന്നവൻ കെഞ്ചുന്നുണ്ട്. എന്നാൽ പ്രേതം വിടുന്നില്ല. ഇപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവിടെ കിടന്ന ഒരു കയറെടുത്ത് അതിനടുത്തേക്ക് ഇടുന്നു. അതോടെ ആ പ്രേതം അവിടെ നിന്ന് പോകുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി അവരും വേഗത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അതെന്ത് പ്രേതമാണ്? അതാണോ രാക്ഷസൻ
എന്ന് ബാലു ചോദിക്കുന്നു. അത് രാക്ഷസനൊന്നുമല്ല, അത് കന്നിപ്രേതമാണ്. പുരുഷന്മാരെ കണ്ടാൽ അത് വിടില്ല, പിടികൂടാൻ നോക്കും. ഭാഗ്യത്തിന് ആ കയറിട്ടതുകൊണ്ടാണ് അതിനെ നിയന്ത്രിക്കാനായത് എന്നൊക്കെ അവള് പറയുന്നു. അതിനോട് പറയേണ്ടതൊക്കെ പറഞ്ഞല്ലോ, ഇനി സുബുവിനോട് പറയാനുള്ളതൊക്കെ പറയാമെന്ന് അവൻ ചിന്തിക്കുന്നു. സുബു, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ സ്നേഹം പറയാൻ തുടങ്ങുന്നു. അതിനു മുമ്പ് ബാലു പറയുന്നു, അളിയ അതൊക്കെ പിന്നെ നോക്കാം, ആദ്യം ഇവിടെ നിന്ന് പുറത്തു കിടക്കുന്നതിനെ പറ്റി ചിന്തിക്കാം എന്ന്. സുബു ആണെങ്കിൽ അച്ഛൻ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അതുവഴി ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവള് പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ ആ രാക്ഷസനെ 2 വാളുകൾ വെച്ച് കുത്തിയാൽ അവൻ മരിച്ചു പോകും. ഇതാണ് എനിക്ക് മനസ്സിലായത് എന്ന് അവൾ പറയുന്നു. അതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഹീറോയും അവർക്ക് മനസ്സിലായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഈ ലോക്കറ്റ് മാത്രം തുറക്കാൻ പറ്റിയില്ല എന്നവൻ പറയുന്നു. ഇങ്ങനെ ശ്രമിച്ചാൽ അത് തുറക്കാൻ കഴിയും എന്നവൾ പറയുന്നു. അതിലെന്തോ ഒരു പാട്ടിന്റെ വരിയുണ്ട്, അത് ചേരുന്നത് പോലെ അവരും ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ലോക്കറ്റ് തുറക്കുന്നു. അതിനുള്ളിൽ ഒരു മാപ്പ് ഉണ്ട്. അതായത് 2ാമത്തെ വാൾ ഒരു സ്ഥലത്ത് പോയി വീണില്ലേ, ആ മുറി എവിടെയാണെന്ന് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അവർ മാപ്പ് നോക്കി ആ സ്ഥലം കണ്ടുപിടിക്കുന്നു. അവിടെ ഒരു വലിയ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഈ പൂട്ട് തുറക്കാൻ കഴിഞ്ഞില്ല എന്ന് അയാൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ വാതിലിന്റെ താക്കോൽ 2 ഇരിക്കുന്നത്. ഒരേ സമയം 2ഉം വലിക്കണം, എന്നാലേ വാതിൽ തുറക്കൂ എന്ന് ഹീറോ പറയുന്നു. ശരിയാണ് എന്ന് സുബുവും സമ്മതിക്കുന്നു. ഇപ്പോൾ സുബുവും ഹീറോയും ഒരു വശത്തേക്ക് പോകുന്നു. അതുപോലെ മറ്റവർ 2 പേർ വേറൊരു വശത്തേക്കും പോകുന്നു. ഇവരുടെ കൂടെ ശോഭൻ എന്നൊരാളുണ്ടല്ലോ, അവന്റെ ഭാര്യയുടെ പേര് ശാന്തി എന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ശാന്തിയെ ബാലുവും ശോഭനും സ്നേഹിച്ചിരുന്നു. എന്നാൽ ശാന്തി ശോഭനെയാണ് കല്യാണം കഴിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ 2 പേരും വഴക്കിട്ടുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ വഴക്കിട്ട് വരുന്നതിനിടയിൽ ആ കന്നിപ്രേതം പെട്ടെന്ന് അവിടെ വരുന്നു. ഇവർ 2 പേരും അതിന്റെ കയ്യിൽ പെടുന്നു. അയ്യോ, കന്നിപ്രേതത്തിന്റെ കയ്യിൽ വീണ്ടും പെടരുത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി 2 പേരും കഷ്ടപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഹീറോയാണെങ്കിൽ സുബുവിന്റെ അടുത്ത് സ്വയം പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത്, നീ പറയുന്നതിന് മുമ്പ് വാൾ വെച്ച് കുത്തിയാൽ മരിക്കുമെന്ന് ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്, അതുപോലെ ഈ വഴിയെക്കുറിച്ചും ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്ന് സ്വയം പുകഴ്ത്തുന്നു. അങ്ങനെ വരുന്നവൻ അറിയാതെ ആ കെണിയിൽ കാലുവെക്കുന്നു. അതോടെ ഇവർ 2 പേരും അതിൽ പെടുന്നു. ഇതിനെല്ലാം കാരണം നീയാണെന്ന് പറഞ്ഞ് കാമുകി ദേഷ്യപ്പെടുന്നു. എന്നാൽ അവൻ താക്കോൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അതൊരു ലിവർ പോലെയാണ് ഇരിക്കുന്നത്. അത് വലിക്കണം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അത് വലിക്കാം എന്നവൻ പറയുന്നു. ഇരുവരും ഓടിച്ചെന്ന് അത് വലിക്കാൻ തുടങ്ങുന്നു. ഇതേ സമയം അവിടെയുള്ള 2 പേരും അവിടുത്തെ ലിവർ വലിക്കുന്നു. ഒരേ സമയം ലിവർ വലിച്ചതുകൊണ്ട് വാതിൽ തുറക്കുന്നുണ്ട്. എങ്ങനെയോ വാതിൽ തുറന്നല്ലോ എന്നോർത്ത് 4 പേരും സന്തോഷിക്കുന്നു. ഇപ്പോൾ 4 പേരും ഒരുമിച്ച് അവിടേക്ക് വരികയാണ്. സത്യത്തിൽ ആ അസുരനെ നേരം വെളുക്കുന്നതിന് മുൻപ് കൊല്ലണം എന്നുണ്ട്. ഇനി കുറച്ചു സമയം കൂടിയേ ഉള്ളൂ. വേഗത്തിൽ വാൾ എവിടെയുണ്ടെന്ന് അന്വേഷിക്ക്, നേരം വെളുക്കുന്നതിന് മുമ്പ് അവനെ തീർക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ പോവും എന്ന് ഹീറോ പറയുന്നു. എല്ലാവരും അത് എവിടെയുണ്ടെന്നൊക്കെ തിരയുന്നു. അവിടെ കുറച്ച് അമ്പുകൾ കിട്ടുന്നുണ്ട്. ആ അമ്പിൽ എന്തോ ഒരു പൊടിയുണ്ട്. ഇതാണ് അവനെ ദുർബലനാക്കുന്ന പൊടി, ഇതെടുത്ത് സൂക്ഷിച്ചോ എന്ന് ഹീറോ പറയുന്നു. അവരതെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. സമയം കടന്നു പോവാണ്. ഇതുവരെ വാള് കിട്ടിയില്ലല്ലോ എന്ന് സംസാരിച്ചുകൊണ്ട് തിരയുമ്പോൾ അവസാനം ഹീറോയ്ക്ക് ആ വാള് കിട്ടുന്നു. ഇത് തന്നെയാണ് ആ വാളെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന് അവൻ ചിന്തിക്കുകയാണ്. എന്റെ അച്ഛന്റെ താളിയോല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ അത് നോക്കുന്നു. ഈ വാളാണ് അതിൽ വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇത് തന്നെയാണ് വാളെന്ന് ഉറപ്പിച്ചു. ഇനി ആര് കുത്തും എന്നതിനെ ചൊല്ലി അവർക്കിടയിൽ ചർച്ച നടക്കുകയാണ്. ഞാനല്ലേ ഐഡിയ പറഞ്ഞു തന്ന്, നിങ്ങൾ കുത്തുന്ന പണിയൊക്കെ നോക്കിക്കോ എന്ന് ഹീറോ പറയുന്നു. അതൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല, നീ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഹീറോയുടെ കയ്യിലേക്ക് തന്നെ വാൾ കൊടുക്കുന്നു. ഹീറോയുടെ സുഹൃത്ത് ബാലു പറയുന്നു, കവണ വെച്ച് ആ പൊടി വേണമെങ്കിൽ ഞാൻ അവന്റെ ദേഹത്തേക്ക് എറിയാം, വാള് വെച്ചൊന്നും എനിക്ക് കുത്താൻ കഴിയില്ല എന്ന്. എന്ത് ചെയ്യുന്ന ഇവർ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് രാക്ഷസൻ വരുന്നു. അവൻ വന്നല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇവർ 2 പേര് വീതം പോയി ഒളിക്കുന്നു. അവനാണെങ്കിൽ ഇവരെവിടെയാണോ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് ഇവരെ തോന്നിയ പോലെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഞാൻ അവനെ വഴി തിരിച്ചുവിടാം, ആ സമയത്ത് നിങ്ങൾ ആ പൊടി അവന്റെ ദേഹത്തേക്ക് എറിയണം, അവൻ ദുർബലനാവുമ്പോൾ ഞാൻ തന്നെ വാളെടുത്ത് കുത്താം എന്ന് പറയുന്നു. അത് കേട്ട് അവർ 2 പേരും സമ്മതിക്കുന്നു. അങ്ങനെ ഹീറോ അവനെ വഴിതിരിച്ചു വിടുമ്പോൾ ഇവനും കവണ വെച്ച് ആ പൊടി എറിയാൻ നോക്കുന്നു. എന്നാൽ ശേഖരിച്ചു വെച്ച ആ പൊടി മുകളിലുള്ള ഏതോ ഒരു സ്ഥലത്ത് പോയി കുടുങ്ങുന്നു. അയ്യോ, പൊടി മുകളിൽ കുടുങ്ങിയല്ലോ, എങ്ങനെയെങ്കിലും ആ പൊടി എടുക്കണം എന്ന് അവർ 2 പേരും ശ്രമിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഈ വശത്ത് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എടാ എന്തെങ്കിലും ചെയ്യടാ എന്നവൻ പറയുന്നു. ഇവർ 2 പേരും മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന പൊടി എടുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഹീറോയെ രക്ഷിക്കാനായി സുബ്ബു ആണ് മുന്നോട്ടേക്ക് വരുന്നത്. അസുരൻ അവളെ ആക്രമിക്കാനായി പോകുമ്പോൾ അവളെ രക്ഷിക്കാൻ ഹീറോ വീണ്ടും മുന്നോട്ടേക്ക് വരുന്നു. അങ്ങനെ മാറി മാറി 2 പേരും അവനെ വഴിതിരിച്ചു വിടുകയാണ്. ഇവർ ആ പൊടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ പൊടിയെല്ലാം ശോഭന്റെ മേൽ വീഴുന്നു. ഇനി ആ പൊടി അസുരന് നേരെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി എല്ലാവരും ഭയപ്പെടാൻ തുടങ്ങുന്നു. ആ രാക്ഷസൻ സുബ്ബുവിന് നേരെയാണ് വരുന്നത്. സുബ്ബു കാൽ വഴുതി താഴെ വീഴുന്നു. അവളുടെ കാലിൽ എന്തോ കൊടുക്കുന്നുണ്ട്. അവൾക്ക് അവിടെ നിന്ന് പോവാനും കഴിയുന്നില്ല. അവളുടെ കാലിൽ എന്തോ കളിപ്പാട്ടമാണ് കുടുങ്ങിയത്. രാക്ഷസൻ സുബ്ബുവിനെ നോക്കുന്നതിന് പകരം ആ കളിപ്പാട്ടത്തെ വളരെ വ്യത്യസ്തമായി നോക്കുകയാണ്. എന്താണ് ഇവൻ അങ്ങനെ നോക്കുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുന്നു. ഇതാണ് അവസരം, നമ്മൾ വാളെടുത്ത് കുത്തണം എന്ന് ഹീറോ ചിന്തിക്കുന്നു. കുത്ത് കുത്ത് എന്ന് മറ്റുള്ളവരും പറയുന്നുണ്ട്. വാളെടുത്ത് ഹീറോ വേഗത്തിൽ ഓടി വരുന്നു. ഓടി വരുന്നവൻ പെട്ടെന്ന് വാള് താഴെയിടുന്നു. ഇവനെന്താണ് താഴെയിട്ടതെന്ന് എല്ലാവരും ആലോചിക്കുകയാണ്. വാള് താഴെയിട്ട ഹീറോ ചാടി നേരത്തെ അവന്റെ മുതുകിൽ ഒരു വാള് കുത്തി ഇറക്കിയിട്ടുണ്ടല്ലോ, ആ വാള് ഊരിയെടുക്കുന്നു. ഇവനെന്താ കുത്താൻ പറഞ്ഞാൽ കുത്തിയ വാളെടുക്കുന്നത് എന്നെല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നു. ആ അസുരനും വളരെ വ്യത്യസ്തമായി ഹീറോയെ നോക്കുന്നു.
ഹീറോ അടുത്തു പോയിട്ട് ഒരു കളിപ്പാട്ടം പോലുള്ള സാധനം അവന്റെ നേരെ നീട്ടുന്നു. ആ സാധനം കണ്ട ഉടനെ ആ രാക്ഷസൻ കുറച്ചൊന്ന് സാധാരണ നിലയിലേക്ക് വരാൻ തുടങ്ങുന്നു. അവൻ ഹീറോയുടെ കയ്യിൽ നിന്ന് ആ സാധനം വാങ്ങുന്നു. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരുപാട് പേരെ ഇവർ ബലിയായി നൽകിയല്ലോ, ഒരിക്കൽ മാത്രം ഒരു കുട്ടിയെ ബലി നൽകിയിരുന്നല്ലോ. ഒരുപാട് പേരെ കൊന്ന രാക്ഷസന് ആ കുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ആ കുട്ടിയെ കണ്ട ഉടനെ അവന് ഭയങ്കര സങ്കടം വരുന്നു. നമ്മൾ സാധാരണ മനുഷ്യരൂപത്തിലേക്ക് മാറണമെന്ന് കരുതി അവൻ മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. കാരണം ആ തീരൂപം കണ്ടാൽ കുട്ടി ഭയക്കും. അതുകൊണ്ടാണ് അവൻ സാധാരണ രൂപത്തിലേക്ക് മാറുന്നത്. ആ കുട്ടിയെ നമുക്ക് വളർത്താം എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അവിടെ തന്നെ പഴങ്ങളൊക്കെ കിട്ടും. അവൻ ആ പഴങ്ങളൊക്കെ പറിച്ച് കുട്ടിക്ക് നൽകുന്നു. ആ കുട്ടിയും കുറേശ്ശെ വളരാൻ തുടങ്ങുന്നു. കുട്ടിയും അവനെ അച്ഛ എന്നാണ് വിളിക്കുന്നത്. അവനും ഭയങ്കരമായി സന്തോഷിക്കുന്നു. ഇനി നമ്മൾ ആരെയും കൊല്ലരുത് എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് ആ രാജാവ് ഉള്ളിൽ കടക്കാൻ ശ്രമിച്ചത്. തോന്നിയതുപോലെ അവൻ അമ്പ് ചെയ്തു. ഇവന്റെ മേൽ കൊള്ളാനാണ് അവൻ അമ്പ് ചെയ്തത്. അവിടെ കുട്ടിയുള്ളത് രാജാവിന് അറിയില്ലല്ലോ. അമ്പ് കുട്ടിക്ക് കൊള്ളുകയും ആ കുട്ടി മരിക്കുകയും ചെയ്യുന്നു. എന്റെ കുട്ടിയെ നിങ്ങൾ കൊന്നല്ലോ എന്ന് കരുതി അവൻ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. ഇനി വരുന്ന ഒരാളെയും വെറുതെ വിടില്ല എന്ന് കരുതി അവൻ വീണ്ടും രാക്ഷസനായി മാറുന്നു. അതായത് രാക്ഷസനിൽ നിന്ന് മനുഷ്യനായവൻ വീണ്ടും ദേഷ്യം വന്ന് രാക്ഷസനായി മാറുന്നു. ഇതുകൊണ്ടാണ് ഉള്ളിൽ വന്നവരെല്ലാം അവൻ കൊന്നത്. അതിനുശേഷമാണ് അവൻ ഇത്ര ക്രൂരനായി മാറിയതെന്ന് മനസ്സിലാവുന്നു. എന്നാൽ ഇപ്പോൾ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കണ്ട ഉടനെ അവന്റെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുന്നു. എടാ, നീ എങ്ങനെയാണ് ഈ കാര്യം ചെയ്തതെന്ന് ഹീറോയോട് അവർ ചോദിക്കുന്നു. ഇവിടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നതിന്റെ അടയാളങ്ങളൊക്കെ ഞാൻ കണ്ടു. ഇവൻ ആ കുട്ടിയെ കൊല്ലാതെ വളർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവനെ സംബന്ധിച്ച് ആ വാള് കുത്തി ഇറക്കിയത് കൊണ്ടാണ് മോക്ഷം കിട്ടാതെ ഇവിടെ തന്നെ കിടക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വാള് വെച്ച് കുത്താതിരുന്നത്. കുത്തിവെച്ച വാൾ ഊരിയെടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ നടന്നു എന്നവൻ പറയുന്നു. സൂപ്പറാടാ എന്ന് പറഞ്ഞ എല്ലാവരും ഹീറോയെ അഭിനന്ദിക്കുന്നു. ഇനി ഇതിനു മുകളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പോവാന്ന് പറഞ്ഞ് അവരെല്ലാവരും തിരികെ നാട്ടിലെത്തുന്നു. ഇത് കണ്ട് നാട്ടുകാരെല്ലാവരും ഞെട്ടുന്നു. നിങ്ങളെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആദ്യം ആ സ്ഥലത്തേക്ക് പോ എന്നവർ പറയുന്നു. ഇനി ഞങ്ങൾ പോകേണ്ട ആവശ്യമില്ല, ഈ നാടിന് ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നവർ പറയുന്നു. അവിടേക്ക് വന്ന ശാന്തിയും ഭർത്താവ് ശോഭനെ കാണുന്നു. നിനക്ക് ആഭരണങ്ങൾ വല്ലതും കിട്ടിയോ എന്നവൾ ചോദിക്കുന്നു. ഇല്ലില്ല, അവിടെ മൂന്നാമതൊരു വാതിലുണ്ട്, അതിലൂടെ പോയാൽ നിനക്ക് ഒരുപാട് കിട്ടും, പോയി എടുത്തോ എന്നവൻ പറയുന്നു. അങ്ങനെയാണോ, ഞാൻ തന്നെ പോയി എടുത്തോളാം എന്ന് പറഞ്ഞ അവളും അവിടെ നിന്ന് പോകുന്നു. ഇതോടെ ഈ ഗ്രാമത്തിന് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.